Good evening, all. Today, I am going to introduce BEGC 103 Indian Writing in English. First of all, let me tell you what is meant by Indian writing in English. Indian writing in English is a collection of work by Indian writers who write in the English language. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ബൈ ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ലെ. അപ്പൊ ഈ ഒരു കളക്ഷൻ ഓഫ് ലിറ്റററി വർക്ക് ആണ് അല്ലെ. ആ ഒരു കളക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കളക്ഷനിൽ ഏതൊക്കെ ഉൾപ്പെടും? നോവൽസ് ഉണ്ടായിരിക്കും, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പോയംസ് ഉണ്ടായിരിക്കും, അല്ലെ, എസ്സേസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ലിറ്റററി വർക്ക് ആണ് അല്ലെ. പിന്നെ അത് എങ്ങനായിരിക്കണം? ദാറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെ. അപ്പം ആ ഒരു കളക്ഷൻ ഓഫ് ലിറ്റററി വർക്ക് ഏത് ലാംഗ്വേജിലായിരിക്കണം? ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം അല്ലെ. അത്തരത്തിൽ വരുന്ന കളക്ഷൻ ഓഫ് വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. It also consists of the work of the writers who were born and brought up in India but residing in abroad അല്ലെ. അതുപോലെ തന്നെ മറ്റു ചില റൈറ്റേഴ്സിന്റെ വർക്ക്സ് ഓൾസോ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള റൈറ്റേഴ്സ് ആണ്. നോക്കി, ദ റൈറ്റേഴ്സ് ഹു വെർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇന്ത്യ ബട്ട് റിസൈഡിങ് ഇൻ അബ്രോഡ് അല്ലെ. അവർ ജനിച്ചതും ബ്രോട്ടപ്പ് ചെയ്തതൊക്കെ ഇന്ത്യയിലാണ്, ബട്ട് അറ്റ് പ്രസന്റ് ദേ ആർ റിസൈഡിങ് ഇൻ അബ്രോഡ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ജനിച്ചു വളർന്നു അല്ലെ. അവരുടെ ആ ഒരു ലേറ്റർ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അബ്രോഡ് ആയിരിക്കും അല്ലെ, ഫോറിൻ കൺട്രീസിലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഓൾസോ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കൂ, Raja Rao, Salman Rushdie are the examples of such writers. Raja Rao was born and brought up in Mysore but settled in ഫ്രാൻസ് അല്ലെ. അപ്പം അവര് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇന്ത്യ അല്ലെ, മൈസൂരാണ് രാജാറാവു അല്ലെ. ബട്ട് അദ്ദേഹത്തിന്റെ ഒരു ലേറ്റർ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹം സെറ്റിൽ ചെയ്തിട്ട് എന്താണ്? ഫ്രാൻസ് അല്ലെ. അപ്പം ആ ഒരു സൽമാൻ റഷ്ദിയുടെയും അതുപോലെ തന്നെ രാജാറാവിന്റെ കോൺട്രിബ്യൂഷൻസും ഏത് കാറ്റഗറിയിൽ വരുന്നു? ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് കാറ്റഗറിയിൽ വരുന്നു. മെനി ഇന്ത്യൻ റൈറ്റേഴ്സ് കൺസിഡർ ദ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് എക്സ്പ്രസിംഗ് ഇന്ത്യന്നസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി വേൾഡ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ലെ, ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്റേഴ്സ് പലപ്പോഴും അവരൊരു മീഡിയം ആയിട്ടാണ് ഇംഗ്ലീഷിനെ അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കാണുന്നത്. എന്തിന്? എക്സ്പ്രസിങ് ഇന്ത്യന്നസ് അല്ലെ, ഇന്ത്യൻ ട്രഡീഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സിസ്റ്റം അല്ലെ, ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതും എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് ദി വേൾഡ് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫ് ദി വേൾഡിൽ നമ്മുടെ ട്രഡീഷനെയും നമ്മുടെ പ്രാക്ടീസസിനെയും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനെയും ഒക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടും എന്തിനെ കാണുന്നുണ്ട്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലിറ്റററി വർക്കിൽ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷില് ഇന്ത്യൻ റൈറ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ട്രഡീഷനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രാക്ടീസസും ഒക്കെയാണ് എവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ദേ പ്രസന്റ് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ, ഇന്ത്യൻ ഫാമിലി, സോഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ്, ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് അവര് ഇൻ ഫ്രണ്ട് ഓഫ് ദി വേൾഡ് എന്ത് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നത്. സച്ച് എ റിഫ്ലക്ഷൻ can be seen in the works of many writers like R.K. Narayan, Mulkraj Anand, Raja Rao, Arundhati Roy, Salman Rushdie. അപ്പൊ ഇത്തരത്തിൽ വരുന്ന റൈറ്റേഴ്സ് ഒക്കെ അവര് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം, സോഷ്യോ റിലീജിയസ് പ്രാക്ടീസസ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അപ്പൊ ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അവര് മെജോറിറ്റി വർക്സിലും റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ക്യാൻ ബി സീൻ ഇൻ ദി ഡിഫറെന്റ് ലിറ്റററി ഫോംസ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഏതൊക്കെ ഫോമിൽ കാണാം അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ഉള്ളത്? നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, ഡ്രാമാസ്, പോയംസ് അല്ലെ. ഈ ഒരു ഡിഫറെന്റ് ഫോമുകളിൽ ആരുടെ? നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാം. ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഫോർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് ഇന്റർനാഷണൽ അവാർഡുകൾ അല്ലെ, റെക്കഗ്നീഷൻസ് കിട്ടിയിട്ടുണ്ട്
ആർക്ക് ഇന്ത്യൻ റൈറ്റേഴ്സിന്. അപ്പൊ നോക്കാം ആരൊക്കെയാണ് അത്തരത്തിൽ വരുന്ന സം റൈറ്റേഴ്സ് ആരൊക്കെയാണ് നോക്കാം. ദ ഫസ്റ്റ് വൺ, രവീന്ദ്രനാഥ് ടാഗോർ received Nobel Prize for Geetanjali in 1913. ചെറിയൊരു വ്യത്യാസമുണ്ട്. 1913 അല്ലെ, രവീന്ദ്രനാഥ ടാഗോർ. After that, the Salman Rushdie received the Booker Prize for his novel. Salman Rushdieക്ക് ബുക്കർ പ്രൈസ് ആണ് for his novel Midnight Children in 1981. Okay. Then after Arundhati Roy received Booker Prize for a novel The God of Small Things in 1997. After that, Aravind Adiga Booker Prize for Literature in 2008 for White Tiger novel. Okay. അപ്പം ഇനി നോക്കാം നമുക്ക്. Let us have a look at the names of some important Indian English writers. The first one, R.K. Narayan, then Anida Desai, Vikram Seth, Mulkraj Anand, Amitabh Ghosh, Kushwan Singh, Raja Rao, Mahesh Dattani, Sarojini Naidu, Nazim Ezekiel, Kamala Surya, Sashi Tharoor. അപ്പൊ ഇതുപോലെ ഒരുപാട് റൈറ്റേഴ്സിന്റെ ലിസ്റ്റ് വി ഹാവ് ടു പ്രസന്റ്. ഞാനിവിടെ സം ഓഫ് ദ റൈറ്റേഴ്സിന്റെ മാത്രമാണ് നെയിംസ് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ലെറ്റ് us have a look at the structure of BEGC-103 Indian Writing in English. അപ്പൊ നോക്കാം, ഈ BEGC entire course has been divided into 4 blocks. Block number 1 discusses The Tiger for Malgudi, a novel by R.K. Narayan. The block number 2 discusses The Binding Wine, another novel written by Sasidesh Pandey. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 2 ബ്ലോക്കുകളും ഡിസ്കസ് ചെയ്യുന്നത് നോവൽസ് ആണ്. ദ ഫസ്റ്റ് നമ്പർ 1 ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് ടൈഗർ ഫോർ മാൽഗുഡി, a novel by R.K. Narayan. The block number 2 discusses The Binding Wine, a novel by Sasidesh Pandey. അപ്പൊ നിങ്ങൾ നോവൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് you have to give primary concern for story or the summary of the novel. After that, you have to give importance to characterization, then the narrative techniques. ഇതുപോലെയുള്ള പോയിന്റ്സിനായിരിക്കണം, ഏരിയാസിനായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The block number 3 presents the selected poems from Sarojini Naidu, Nazim Ezekiel, A.K. Ramanujan, Kamala Das. The block number 4 presents the selected short stories from Mulkraj Anand, Dina Mehta, Rohingyan Mystery. Okay. Then ഇത്രയാണ് നമുക്ക് പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കുകളെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ബ്ലോക്കുകളും അതുപോലെ തന്നെ യൂണിറ്റ് വൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ട്. എനിവേ, ലെറ്റ് us stop here. See you soon. Okay, bye.